ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി സ്പൈസി ആയ വെജിറ്റബിൾ സൂപ്പാണ്. നല്ല മഴക്കാലത്ത് നല്ല ചൂടുള്ള വെജിറ്റബിൾ സൂപ്പ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റി മാത്രമല്ല, സൂപ്പ് ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ചിലവർക്കൊന്നും വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ടേസ്റ്റി ആയിട്ട് അത് കഴിച്ചോളും. ഇതിന് കുറച്ച് വെജിറ്റബിൾസാണ് വേണ്ടത്. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നന്നായി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ക്യാബേജ്, എല്ലാതും ഓരോ കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം. അത്രയും വെജിറ്റബിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് കോളിഫ്ലവർ, സ്പ്രിംഗ് ഓണിയൻ അതുപോലെയുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ ചേർക്കാം. മഷ്റൂം, ബേബി കോൺ, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 3-4 വെളുത്തുള്ളി, ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ചൂടാക്കാം. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അതായാലും ഉപയോഗിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സൂപ്പിനുള്ള വെജിറ്റബിൾസ് അരിയുമ്പോൾ ഏറ്റവും ചെറുതായി അരിയുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള അധികം വഴലേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് തീരെ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വെന്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇപ്പം നമ്മളെല്ലാ വെജിറ്റബിൾസും ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വാടിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പം ഇതിലേക്ക് 6 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 6 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-7 ആൾക്ക് കഴിക്കാനായിട്ടുള്ള സൂപ്പ് ഇത്രയും ഇതുകൊണ്ട് തയ്യാറാക്കാൻ പറ്റും. ഇപ്പം ഇത്രയും സൂപ്പ് വേണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷൻ വെച്ചിട്ട് എടുത്ത് തയ്യാറാക്കിയാൽ മതി. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയ ആൾക്കാർക്ക് ഈ സോയാ സോസ് ചേർക്കാതിരിക്കാം. സോയാ സോസ് ചേർത്താലാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇനി ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ സൂപ്പ് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം തയ്യാറായിട്ടുണ്ട്. വെജിറ്റബിൾസ് അങ്ങനെ വെന്തുടയൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വെന്ത് വാടി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ പച്ചയ്ക്കായാലും കഴിക്കുന്ന വെജിറ്റബിൾസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അധികം വേവേണ്ട പ്രശ്നമൊന്നുമില്ല. ഇനി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി കട്ടയില്ലാതെ എടുക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയായി. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് അളവിലാണ് സൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ സൂപ്പിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്തു. ഇനി ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയോ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായി ചൂടുള്ള സൂപ്പ് ഇവിടെ റെഡിയായി.
ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. ഇതിൻ്റെ കൂടെ സെലറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ സെലറി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്